മക്കയുടെ പൗരുഷ പ്രതീകവും ധീരന്മാരുടെ ധീരനും വീരശൂരനുമായ ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും പുത്രനാണ് അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പരമ്പര നബി തങ്ങളുടെ ഉപ്പാപ്പയായ കഅബ് എന്നവരിൽ വന്നു ചേരുന്നു. അബ്ദുല്ലയുടെ പിതാവ് ഉമർ റളിയല്ലാഹു അൻഹു, അവരുടെ പിതാവ് തുഫൈൽ, അദ്ദേഹത്തിന്റെ പിതാവ് അദിയ് എന്നവരുടെ പിതാവ് കഅബ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മധുര ശബ്ദമുയരുന്ന അന്തരീക്ഷത്തിലാണ് അബ്ദുല്ല വളർന്നത്. ഹിജ്റ നടക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമറിന് 11 വയസ്സാണ് പ്രായം. പലരും മക്ക വിട്ട് കഴിഞ്ഞ് വളരെ രഹസ്യമായാണ് ഹിജ്റ പോയത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു കുടുംബവും പോയത് പരസ്യമായി തന്നെയാണ്. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവും സഹോദരങ്ങളും ഉമ്മയും ഉപ്പയും ഹിജ്റക്കൊരുങ്ങി. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരുക്കം മകൻ നോക്കി നിന്നു. വാളും വില്ലുമണിഞ്ഞ് അരയിൽ ചാട്ടുളി തൂക്കി കയ്യിൽ അമ്പുകളുമായി വീട്ടിൽ നിന്നിറങ്ങി കഅബയുടെ നേരെ നടന്നു. കഅബയുടെ അങ്കണത്തിൽ ഖുറൈശികൾ പല സംഘങ്ങളായി ഇരിക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്തു. ഇബ്രാഹിം മഖാമിൽ സുന്നത്ത് നിസ്കരിച്ചു. 7 തവണ ചുറ്റി അള്ളാഹുവിനെ വാഴ്ത്തി ഖുറൈശികളുടെ ഓരോ സംഘത്തെയും സമീപിച്ചു. എന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: ഞാൻ മക്ക വിടുകയാണ്, ഹിജ്റ പോവുകയാണ്. ആർക്കെങ്കിലും എന്നെ തടുക്കാൻ ധൈര്യമുണ്ടെങ്കിൽ വരാം. ഈ മലഞ്ചെരുവിൻ്റെ പിന്നിൽ വെച്ച് ഏറ്റുമുട്ടാം. മകൻ വധിക്കപ്പെട്ട് മാതാവ് വിരഹവേദന സഹിക്കണമെന്നുണ്ടെങ്കിൽ, ഭാര്യയെ വിധവയാക്കാനും മക്കളെ യതീമാക്കാനും ധൈര്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ തടയാൻ വരാം. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ശബ്ദം പല തവണ മുഴങ്ങി കേട്ടു. ഒരാളും എഴുന്നേറ്റില്ല, ഒരക്ഷരം മിണ്ടിയില്ല. അദ്ദേഹം ധീരമായി ഖുറൈശികളുടെ കൺമുമ്പിലൂടെ ഹിജ്റ പോയി. ഹിജ്റയിൽ ധീരനായ പിതാവിൻ്റെ ധീരനായ പുത്രനും ഉണ്ടായിരുന്നു. ഇബ്നു ഉമർ ഖുബായിൽ ദിവസങ്ങളോളം താമസിച്ചു. 11 വയസ്സുകാരൻ്റെ പ്രസരിപ്പും കൗതുകവും അദ്ദേഹത്തിൽ കാണാമായിരുന്നു. നബി തങ്ങൾക്ക് ലഭിച്ച സ്വീകരണം ആ കുട്ടി കൗതുകത്തോടെ നോക്കിക്കണ്ടു. ബദർ യുദ്ധം നടക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് 13 വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ. പിതാവിൻ്റെ കൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ അദ്ദേഹം പുറപ്പെട്ടു. പ്രായക്കുറവ് കാരണം നബി തങ്ങൾ അനുമതി നൽകിയില്ല. ഉഹുദ് യുദ്ധത്തിനും അദ്ദേഹത്തിന് അനുമതി ലഭിച്ചില്ല. ദുഃഖം സഹിക്കാനാകാതെ ഇബ്നു ഉമർ കരഞ്ഞുപോയി. ഇബ്നു ഉമറിന് 15 വയസ്സായി. അപ്പോഴാണ് ഖന്തക് യുദ്ധം വന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പരിശോധിച്ചു. ഇത്തവണ ഭാഗ്യം വന്നു ചേർന്നു. അദ്ദേഹത്തെ യുദ്ധത്തിനെടുത്തു. ഖന്തക് യുദ്ധത്തിൽ വൻ സൈന്യവുമായി വന്ന ശത്രുക്കൾക്ക് കിടങ്ങ് തടസ്സമായി. ശക്തമായ കാറ്റടിച്ചു. പിടിച്ചു നിൽക്കാനാവാതെ ശത്രുക്കൾ ഓടിപ്പോയി. അദ്ദേഹം പങ്കെടുത്ത ആദ്യ യുദ്ധത്തിന്റെ അവസ്ഥ ഇതായിരുന്നു. ഖന്തക് യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു യുദ്ധത്തിന്റെ ആരവം കേട്ടു. അഹ്സാബ് യുദ്ധം. ജൂതഗോത്രമാണ് ബനു ഖുറൈള. നബിയുമായി അവർ സന്ധി ചെയ്തിരുന്നു. സന്ധി വ്യവസ്ഥ അനുസരിച്ച് ശത്രുക്കളെ സഹായിക്കാൻ പാടില്ല. പക്ഷേ അവരത് ലംഘിച്ച് പരസ്യമായി തന്നെ ശത്രുക്കളെ സഹായിച്ചു. മുസ്ലിങ്ങളോട് വഞ്ചന കാണിച്ചു. ഖുറൈശികളുടെ കൂടെ കൂടി മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ രഹസ്യമായി പദ്ധതി തയ്യാറാക്കി. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഈ യുദ്ധത്തിൽ സജീവമായി പങ്കെടുത്തു. ചെറുപ്പം മുതൽ തന്നെ നബിയിൽ നിന്നും പിതാവിൽ നിന്നും ശീലിച്ച ജീവിതക്രമം അന്ത്യം വരെ അദ്ദേഹം പുലർത്തിപ്പോന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചിടത്ത് അദ്ദേഹം നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് നിന്നുകൊണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ടും അദ്ദേഹം പ്രാർത്ഥിച്ചു. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി വിശ്രമിച്ചിടത്ത് അദ്ദേഹം വിശ്രമിച്ചു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു: നബിയുടെ കാൽപ്പാടുകൾ പിന്തുടരുന്നതിൽ ഇബ്നു ഉമറിനെ പോലെ മറ്റൊരാളും നിഷ്കർഷത പാലിച്ചിരുന്നില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മതവിധി നൽകുന്നതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസ് ഉദ്ധരിക്കുന്നതിലും വളരെ ഭയമുള്ള ആളായിരുന്നു. നബി പറഞ്ഞത് അപ്പടി ഓർമ്മയില്ലെങ്കിൽ ആ ഹദീസ് അദ്ദേഹം ഉദ്ധരിക്കുമായിരുന്നില്ല. വ്യക്തമായി അറിയാത്ത ഏത് വിഷയത്തെക്കുറിച്ച് ആര് ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ന്യായാധിപന്, അതായത് ഖാസിക്ക്, സമൂഹത്തിലും ഗവൺമെന്റിലും നിസ്തുല സ്ഥാനവും വലിയ ശമ്പളവും ഉണ്ടായിരുന്ന അക്കാലത്ത് പലതവണ പ്രസ്തുത ഉദ്യോഗം വഹിക്കാൻ ഭരണകർത്താക്കൾ അദ്ദേഹത്തെ നിർബന്ധിച്ചു. അദ്ദേഹം സ്വീകരിച്ചില്ല. ഒരു ദിവസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ന്യായാധിപ ജോലി ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം അത് തിരസ്കരിച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു: ഇബ്നു ഉമർ, താങ്കൾ എന്നോട് അനുസരണക്കേട് കാണിക്കുകയാണോ?
അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നല്ല ന്യായാധിപന്മാർ 3 തരക്കാരാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്നാമതായി വിവരമില്ലാതെ വിധി നടത്തുന്നവർ, രണ്ടാമതായി പക്ഷപാതിയായ വിധികർത്താവ്. ഇവർ രണ്ടുപേരും നരകാവകാശികളാകുന്നു. തെളിവുകൾ ഗവേഷണം ചെയ്ത് സത്യമനുസരിച്ച് വിധിക്കുന്നവനാണ് മൂന്നാമൻ. അവന് കുറ്റവുമില്ല, കൂലിയുമില്ല. അതുകൊണ്ട് ഖലീഫ എന്നെ ഒഴിവാക്കുകയും എനിക്ക് മാപ്പ് നൽകുകയും ചെയ്യണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഇത് കേട്ടപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ഒഴിവാക്കി കൊടുത്തു. അത്യാവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു മാധ്യമം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ധനം. അതിൽ അദ്ദേഹം പാവങ്ങൾക്ക് പങ്ക് നൽകി. ജീവിക്കാൻ മാത്രം ഭക്ഷണം കഴിച്ചു, ശരീരം മറയ്ക്കാൻ വേണ്ടി മാത്രം വസ്ത്രവും. 40 വർഷത്തിന് ശേഷം ഒരിക്കലും ഞാൻ വയറു നിറയെ ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഒരിക്കൽ ഖുറാസാനിൽ നിന്ന് വന്ന അതിഥി വിശേഷപ്പെട്ട ഒരു വസ്ത്രം പാരിതോഷികമായി നൽകിക്കൊണ്ട് അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഈ പരുക്കൻ വസ്ത്രം ഒഴിവാക്കി ഇതണിഞ്ഞു കാണാൻ എനിക്ക് അതിയായ കൗതുകമുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പട്ടുവസ്ത്രമാണോ? അതിഥി പറഞ്ഞു, അല്ല, പരുത്തിയാണ്. അല്പം ഒന്ന് ആലോചിച്ച് അദ്ദേഹം പറഞ്ഞു, എനിക്കിത് വേണ്ട. ഞാനൊരു അഹങ്കാരിയായി മാറുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഈ ലോകത്ത് ഒരു വഴിപോക്കനെ പോലെ മാത്രമേ നീ ഈ ജീവിതം നയിക്കാവൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ ഉപദേശിച്ചിരുന്നു. ഈ ഉപദേശം അദ്ദേഹം ശിരസാ വഹിച്ചു. മൈമൂൻ ഇബ്നു മഹ്റാൻ പറയുന്നു, ഞാനൊരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സന്ദർശിച്ചു. ആ വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും വില കെട്ടി നോക്കുമ്പോൾ 100 ദിർഹം തികയുമായിരുന്നില്ല. ജനസമ്മതനായ അദ്ദേഹത്തോട് ഖിലാഫത്ത് ഏറ്റെടുക്കാൻ പലരും പല പ്രാവശ്യം ആവശ്യപ്പെടുകയുണ്ടായി. ഹസൻ റളിയല്ലാഹു അൻഹു ഒരിക്കൽ അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ നേതാവും നേതാവിൻ്റെ മകനുമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഭരണഭാരം ഏറ്റെടുക്കണം. ഞങ്ങൾ പിന്തുണ നൽകാം. അദ്ദേഹം പറഞ്ഞു, ഇന്ന് മുസ്ലിങ്ങൾ തമ്മിൽ ചിന്തുന്ന രക്തത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ എനിക്ക് സാധ്യമല്ല. എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ല. അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹുവും തമ്മിൽ നടന്ന സംഘട്ടനങ്ങളിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാഗം ന്യായീകരിക്കുകയും അത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും അദ്ദേഹം പ്രസ്തുത കലഹങ്ങളിൽ നേരിട്ട് ഇടപെടുകയുണ്ടായില്ല. തൻ്റെ അന്ത്യഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ ഖേദം പ്രകടിപ്പിക്കുകയുണ്ടായി, ഈ ലോകത്ത് എനിക്ക് നഷ്ടപ്പെട്ട ഒന്നിലും ഞാൻ ദുഃഖിക്കുന്നില്ല. അക്രമികളായ ജനതയ്ക്കെതിരെ അലിയോടൊപ്പം സമരം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നോർക്കുമ്പോൾ മാത്രമാണ് എനിക്ക് ഖേദമുള്ളത്. നാഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, ഇബ്നു ഉമർ, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരി ആയിരുന്നല്ലോ. അക്രമവും അനീതിയും ഇഷ്ടപ്പെടുന്ന ആളല്ല. എന്നിട്ടും എന്തുകൊണ്ട് താങ്കൾ അലി റളിയല്ലാഹു അൻഹുവിന് വേണ്ടി രണാങ്കണത്തിൽ ഇറങ്ങിയില്ല? അദ്ദേഹത്തിന്റെ മറുപടി അദ്ദേഹത്തിന്റെ വീക്ഷണം വ്യക്തമാക്കുന്നു. ഞാൻ ഇറങ്ങാതിരുന്നതിന്റെ കാരണം മുസ്ലിമിന്റെ രക്തം അള്ളാഹു എനിക്ക് നിഷേധിച്ചിരിക്കുന്നു. അള്ളാഹു പറയുന്നു, ശിർക്ക് നിർമ്മാർജ്ജനം ചെയ്യുന്നതുവരെ നിങ്ങൾ യുദ്ധം ചെയ്യുക, ദീൻ മുഴുവനും അള്ളാഹുവിനാകുന്നതുവരെയും. അന്ന് ഞങ്ങൾ മുശ്രിക്കുകളോട് യുദ്ധം ചെയ്തു. ഇന്ന് യുദ്ധത്തിന്റെ ആവശ്യമെന്ത്? ഹറമിൽ മുക്കുനു മുതൽ ബാബു വരെ വിഗ്രഹങ്ങൾ നിറഞ്ഞു നിന്ന കാലത്ത് ഞാൻ യുദ്ധം ചെയ്തിട്ടുണ്ട്. അള്ളാഹു അറബ് ലോകത്ത് നിന്ന് തന്നെ വിഗ്രഹങ്ങളെ നിർമ്മാർജ്ജനം ചെയ്തു. ഇന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്നവരോട് യുദ്ധം ചെയ്യണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ആഭ്യന്തര കലാപത്തിലൂടെ മുസ്ലിങ്ങൾ പരസ്പരം രക്തം ചിന്തുന്നത് അദ്ദേഹം വെറുത്തു. 80 കഴിഞ്ഞ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത പ്രതിജ്ഞ ലംഘിക്കുകയോ വിനാശകാരിയായ ഒരു ഭരണാധികാരിക്ക് ബൈഅത്ത് ചെയ്യുകയോ സത്യവിശ്വാസിയായ ഒരാളുടെ ഉറക്കിനെങ്കിലും ഭംഗം വരുത്തുകയോ ചെയ്തിട്ടില്ല. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൻ്റെ സന്ധ്യയിലേക്ക് പ്രവേശിച്ചപ്പോൾ ഉമയ്യ ഭരണകൂടം അതിൻ്റെ സുവർണദശ പ്രാപിച്ചിരുന്നു. ആദർശധീരതയിലും ആത്മീയ മൂല്യങ്ങളിലും അളവ് വ്യതിചലിക്കാതെ അദ്ദേഹം തൻ്റെ പിതാവിൻ്റെ തനി പകർപ്പായി ജീവിതം പൂർത്തീകരിച്ചു. ഹിജ്റ 73-ാമത്തെ വർഷം അദ്ദേഹം നിര്യാതനായി.